ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ടുവിൽ നല്ല മാർക്സ് ഇല്ലാണ്ട് നീറ്റ് പഠിക്കാൻ പറ്റുമോ എന്ന് കുറച്ച് പേര് ചോദ്യം എന്താണെന്ന് വെച്ചാൽ ചേച്ചി റിപ്പീറ്ററാണോ ഓഫ്ലൈൻ ആയിരുന്നോ ഓൺലൈൻ ആയിരുന്നോ അങ്ങനത്തെ കുറച്ച് ചോദ്യം വന്നത്. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യുക. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. മൈസെൽഫ് ദീപ്ന, സെക്കൻഡ് പ്രൊഫ് BMS സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞനിയത്തിമാർക്കും അനിയന്മാർക്കും ഉള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. ഇത് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ കുറേ കസിൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ കുട്ടികൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു, ചേച്ചി ഇവിടെ റിപ്പീറ്റ് ചെയ്തത് റിപ്പീറ്ററാണോ റിപ്പീറ്ററാണോ അങ്ങനെ കുറേ ചോദ്യങ്ങൾ. അപ്പോൾ നമുക്ക് എനിക്കിതിലൂടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലും പറഞ്ഞുതരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുഞ്ഞു BMS റിലേറ്റഡ് ആയിട്ടുള്ള വ്ളോഗ്സ് ആയിരിക്കും ഞാൻ ഈ ചാനലിലിടുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ടുവിൽ നല്ല മാർക്സ് ഇല്ലാണ്ട് നീറ്റ് പഠിക്കാൻ പറ്റുമോ എന്ന് കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം പ്ലസ് ടുവിൽ നമുക്ക് CBSE പഠിക്കുമ്പോഴും സ്റ്റേറ്റ് പഠിക്കുമ്പോഴും മാർക്കിന് എന്തായാലും നല്ല വ്യത്യാസം ഉണ്ടാവും. ആൻഡ് ഇപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടർ ആവണം, അല്ലെങ്കിൽ MBBS കിട്ടണം, BMS കിട്ടണം, എന്താണെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പ്ലസ് ടുവിന് എത്ര മാർക്ക് അല്ലെങ്കിൽ 10th എത്ര മാർക്ക് അതൊന്നും ഒരു കാര്യമല്ല. ശരിക്കും പറഞ്ഞാൽ നീറ്റ് എഴുതുക, നമ്മൾ ആ സമയത്ത് ഇടുന്ന എഫേർട്ടിനായിരിക്കും എന്തായാലും ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക. സോ പ്ലസ് ടുവിന് കുറഞ്ഞ മാർക്കാണ്, അപ്പോൾ എനിക്ക് നീറ്റ് എഴുതാൻ പറ്റുമോ, ഡോക്ടർ ആവാൻ പറ്റുമോ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അത് ശരിക്കും അങ്ങനെയൊന്നും നമ്മൾ കൺഫ്യൂസ് ആവേണ്ട കാര്യമില്ല. നമ്മൾ വിചാരിച്ച് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് BMS വേണം അല്ലെങ്കിൽ MBBS വേണം, നമ്മൾ ആഗ്രഹിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്കത് കിട്ടും. സോ അതിനെക്കുറിച്ച് ആലോചിച്ചാലും വരെ ചെയ്യേണ്ട. പിന്നെ ഒരു വന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ ചേച്ചി റിപ്പീറ്ററാണോ എൻ്റെ എവിടെയാണ് റിപ്പീറ്റ് ചെയ്തത്, ഓഫ്ലൈൻ ആയിരുന്നോ ഓൺലൈൻ ആയിരുന്നോ അങ്ങനത്തെ കുറച്ച് ചോദ്യം വന്നത്. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു റിപ്പീറ്ററാണ്. ഞാൻ +1 കൂടെ ഒന്നും ചെയ്തില്ല. ചിലവർ ഇതിൻ്റെ കൂടെ ലോങ് ടേം ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ലോങ് ടേം കോഴ്സസ് ഇപ്പോൾ ഉണ്ട്. അതായത് +1 കൂടെ നമുക്കത് പഠിക്കാം. അല്ലെങ്കിൽ നമുക്ക് +2 കഴിഞ്ഞിട്ട് ഒരു കൊല്ലം ഡ്രോപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് നോക്കാം. ഞാൻ എന്തായാലും മെൻ്റലി പ്രിപ്പയർഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കൊല്ലം ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. ആൻഡ് ഓൺലൈനാണോ ഓഫ്ലൈനാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പകുതി ഓഫ്ലൈനും പകുതി ഓൺലൈനാണ് പോയത്. എനിക്ക് ഓഫ്ലൈൻ പോയിട്ട് എന്താ പറയുക, ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറിക്കുന്നതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും പിന്നെ അങ്ങനെ അതൊക്കെ എപ്പോഴൊക്കെ ഞാനത് ഡ്രോപ്പ് ചെയ്ത് പയ്യെ ഓൺലൈനിലോട്ടായി. ആൻഡ് ഞാൻ ലാസ്റ്റ് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു ചെയ്തത്. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എക്സാം എഴുതിയത്. അത്രേ ഉള്ളൂ. ഇപ്പം എന്തായാലും നീറ്റ് എഴുതിയിരിക്കുന്ന ആൾക്കാരായിരിക്കും മെജോറിറ്റി ഉണ്ടാവുക. ചിലർ റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടാവാം, ചിലർ +2 കഴിഞ്ഞ ഉടനെ എഴുതിയിട്ടുണ്ടാവാം. എനിവേ +2 കഴിഞ്ഞ് എഴുതിയാണെങ്കിലും റിപ്പീറ്റ് എഴുതിയിട്ട് ഉള്ളവരാണെങ്കിലും നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യുക. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അത് വിട്ടു. പക്ഷെ എന്തായാലും ഇത്തവണ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏത് കോഴ്സാണ് കിട്ടണത്, ഇപ്പോൾ MBBS തന്നെ വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു തവണയും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യുക. എന്തായാലും ഒരു ചാൻസും കൂടി എടുക്കുക. പിന്നെ റിപ്പീറ്റൊക്കെ ചെയ്തിട്ടും ഇത്തവണ എക്സാം എന്തായാലും നല്ല ടഫായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ എന്തായാലും അപ്ലൈ ചെയ്യുക. നമുക്കിപ്പോൾ ഏതെങ്കിലും കോഴ്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നന്നായിട്ട് ആലോചിച്ചിട്ട് ആ കോഴ്സിന് പോവാം. പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എന്തായാലും അത് വിടണ്ടെന്ന് ഞാൻ പറയുള്ളൂ. 2-3 തവണ ആലോചിച്ചിട്ട് നല്ലൊരു ഡിസിഷൻ എടുക്കുക. BMSനെ കുറിച്ച് കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ, അതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം. പിന്നെ അതിൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ ബുക്സും കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. ലോങ് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യുക. MBBS തന്നെ വേണമെന്നുള്ളവരാണെങ്കിൽ ഗോ ഫോർ ട്രൈ അഗൈൻ ആൻഡ് അഗൈൻ. ഹോപ്പിൽ എല്ലാവരും മുന്നോട്ട് പോവുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കണ്ട. സോ അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. സീ യു, ബൈ.